പുതിയ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോകാൻ പോകുന്നു, കോയമ്പത്തൂർക്ക്. അപ്പോൾ അവിടെ തന്നെ ഒരു ബസ് സ്റ്റേഷനിൽ കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു ബസ്. അതിൻ്റെ പേര് എൻ്റെ അമ്മാൻ്റെ കൂടി കോയമ്പത്തൂരാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ കോയമ്പത്തൂർക്ക് പോകാൻ പോകും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മാൻ്റെ കൂടിയായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മാൻ്റെ കൂടി. അപ്പോൾ ഞാൻ ബസ്സൊക്കെ ഇതാ ഇവിടെ കയറിയിട്ടുണ്ട്. ആൾക്കാർ പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡാണ് ഇത്. അപ്പോൾ ഇതാ ഇവിടെ കുറേ ബസ് സ്റ്റാൻഡുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിതാ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വണ്ടിയൊക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ എടുത്താട്ടോ പെട്ടെന്നൊന്ന്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങളിതാ വേഗം ഒന്ന് എടുത്ത്, കണ്ടില്ലേ. നമുക്ക് കുറേ കടകളും കുറേ സ്ഥലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിശയം തോന്നി ഗൈസ്. അപ്പോൾ നിങ്ങളും കോയമ്പത്തൂർക്ക് വന്ന് നോക്കി, ഇവിടെ കുറേ ഇതുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടില്ല ഗൈസ്, നമുക്ക് മരമൊക്കെ ഉണ്ട്, അതേമാതിരി എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പോകുമ്പോൾ നമ്മൾ മരങ്ങളും ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നോക്ക് ഗൈസ്, നമ്മുടെ കാഴ്ചകൾ കാണാട്ടോ ഗൈസ്. നിങ്ങളും കോയമ്പത്തൂർക്ക് പോയൊരു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇനി നമ്മൾ കോയമ്പത്തൂർ പോയിട്ട് കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇതാ പറഞ്ഞില്ല ഗൈസ്, കുറേ സ്ഥലം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ പെട്ടെന്നൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. പാലക്കാട് ബസ് സ്റ്റാൻഡിലത്തെ അവിടുത്തെ കാഴ്ചകളാട്ടോ അപ്പോൾ നമ്മൾ കാണുന്നത്, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ബസ്സൊക്കെ അവിടെ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ബസ് അവിടെ അങ്ങനെയൊക്കെ നിർത്തി വെച്ചപ്പോൾ എനിക്കൊരു പേടി, ഞാൻ വണ്ടി വന്ന് കുത്തുമെന്നൊക്കെ. അപ്പോൾ ഇതാ എല്ലാവരും ഇവിടെ ഇങ്ങനെ ബസ്സിന് തിരക്കായിരുന്നു കേട്ടോ, ഭയങ്കര. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, ബസ്സിൽ കുറേ ആൾക്കാർ ഇങ്ങനെ കയറുന്നുണ്ട്. അമ്മാതിരി ഇവിടെ കുറേ ബസ് നിർത്തി വെച്ചിട്ടുമുണ്ട് കേട്ടോ. അപ്പം നിങ്ങളും ഇതേമാതിരി കോയമ്പത്തൂർക്ക് പോയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോയമ്പത്തൂർ ബസ്സിനാണ് കാത്തിക്കുന്നത്. ബസ് വന്നിട്ടില്ല. പിന്നെ ബസ് വന്നപ്പോൾ പെട്ടെന്ന് കയറി നമ്മൾ ബസ്സിൽ പോകും കേട്ടോ. ഇനി അതേമാതിരി നിങ്ങൾ കോയമ്പത്തൂർക്ക് പോകണമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ പോവാത്തൊരു കമൻറ്റും ചെയ്യണേ, എത്ര ആൾക്കാർ പോവാത്തതെന്ന് അറിയാനാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചെക്ക് ബോസ് ആട്ടോ, കണ്ടില്ലേ. നമുക്കിവിടെ ചെക്ക് ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ പുറപ്പെടാൻ, കണ്ടില്ലേ. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം ഇതാ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു, കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇതാ കുറച്ച് നേരം കൂടി ഇനി കഴിഞ്ഞാൽ നമ്മുടെ കോയമ്പത്തൂർ എത്താറേക്കും കേട്ടോ. അപ്പോൾ കുറേ ബസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ല, അവിടെ ലോറിയൊക്കെ പോകുന്നുണ്ടല്ലേ. അതേമാതിരി തന്നെ കുറേ മരങ്ങളും മലകളും വീടുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കോയമ്പത്തൂർക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് തട്ടി വിടണം കേട്ടോ. അതേമാതിരി ഇതൊക്കെ ഞങ്ങൾ കണ്ടൊരു കാഴ്ചകളാണ് കേട്ടോ, ടോയ് ഷോപ്പ്. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ഇതാ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതേമാതിരി തന്നെ നമ്മളിവിടെ കോയമ്പത്തൂരിൽ എത്താറായിക്കൊണ്ട് കേട്ടോ ഗായ്സ്, കണ്ടില്ലേ. അപ്പോൾ ട്രാഫിക് ഇതങ്ങ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽക്കൂടെയൊക്കെ നമ്മൾ അങ്ങനെ പോയി സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇതൊക്കെ ടോയ് ഷോപ്പ് അതേമാതിരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കടകൾ, ബസ്സുകൾ, പൂക്കൾ, അതേമാതിരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിൽ കയറാൻ പൂതിയായിട്ട് ഗൈസ്, പക്ഷെ ഞാൻ കയറിയില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ, കുറേ വണ്ടികളൊക്കെ നിർത്തി വെച്ച്. സ്കൂളാട്ടോ ഗൈസ്, കണ്ടില്ലേ, ഗവൺമെൻറ് സ്കൂളാണ്. നിങ്ങളും ഇതേമാതിരി തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ വന്ന് കാണ്ടി ഇങ്ങനത്തെ സ്കൂളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് തട്ടിയിടുന്നേ. അപ്പോൾ ഇതാ അവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും. പാർക്കാണ് ഗൈസ്, കണ്ടില്ല. ഇതിൻ്റെ അടുത്ത് തന്നെ, സ്കൂളിൻ്റെ അടുത്ത് തന്നെ. ഞാൻ അവിടെ എത്തി, ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി എത്തിക്കാണ്ട് ഓട്ടോറിക്ഷ പിടിച്ച് പോവുകയായിരുന്നു കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഉമ്മാൻ്റെ കൂടെ ഇവിടെ എത്താറായിട്ടുണ്ട്. നമുക്ക് ഇനി ഫുൾ ലൈക്ക് ഷെയർ ചെയ്യാം.